ഒരു ക്ഷേമ പെൻഷൻ കിട്ടാതെ അത് എഴുതി വെച്ച അധികൃതരെ അറിയിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി മരിച്ച ജോസഫിൻ്റെ ആത്മാവ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്ന റിപ്പോർട്ടിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം അതിനകത്ത് ആ നരകയാതന അനുഭവിക്കുന്ന ഒരു യുവാവ് ചോദിക്കുന്നുണ്ട്, ഞങ്ങളോട് മാത്രം എന്തിനാണ് ഇങ്ങനെ അവഗണന എന്നുള്ളത്. ഭിന്നശേഷിക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. മന്ത്രിയുടെ പ്രതികരണം എന്ന് ഞങ്ങൾ തേടിയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരു ജനറൽ ഫോക്കസ് എന്ന നിലയിലായിരുന്നു. അവിടെ ധനവകുപ്പ് മന്ത്രി പറഞ്ഞത് കേട്ട് കാണുമെന്ന് അങ്ങ് കരുതുന്നു. നേരത്തേക്ക് 3 മാസം കൂടുമ്പോഴായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ മാസവും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാം എന്നുള്ളതാണ്. എന്താണ് സാർ സംഭവിക്കുന്നത്? പ്രതീക്ഷ, ഇവിടെ ഈ മറിയക്കുട്ടിയുടെ വേദനയും നെൽകർഷകൻ പ്രസാദിൻ്റെ വേദനയും ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ വേദനയും ഒന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസാക്ഷിയുള്ള ഒരു സർക്കാരായിരിക്കണം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു നമ്മൾ പറയില്ലേ കൃത്യമായൊരു ലക്ഷ്യബോധമുള്ളൊരു സർക്കാരാണ് കേരളത്തിലെങ്കിൽ ഇത്തരം ആത്മഹത്യകൾ നടക്കില്ല. ഇത്തരത്തിൽ മറിയക്കുട്ടിമാർക്ക് പിച്ചച്ചട്ടി എടുക്കേണ്ട ഗതികേടും വരില്ല. എന്തിനാണ് പ്രയോറിറ്റി എന്നറിയാത്തൊരു സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ 7.5 വർഷത്തെ വലിയ ദുരന്തമായിട്ട് നമ്മൾ കാണേണ്ടത്. അവർ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ സാധാരണക്കാരായ അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായ രീതിയിലാണ് ആ ഭരണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്കാകുന്നില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞ 7.5 വർഷമായിട്ട് ഒട്ടും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അരിഭക്ഷണം കഴിക്കുന്ന കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അരി വാങ്ങുക എന്ന് പറഞ്ഞാൽ വയറ് കാളുന്ന അവസ്ഥയായി മാറി. കാരണം കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 10 രൂപയാണ് സാധാരണക്കാരൻ്റെ അരിയായ ജയയ്ക്കും സുരേഖയ്ക്കും ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സർക്കാർ പൊതുവിപണിയിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്ത് നടപടിയാണ് എടുത്തത്? അതായത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പ്രതീക്ഷ ഞാൻ ഇതുമാതിരി തന്നെ ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരേ വിലയ്ക്ക് ഒരു കടയിൽ നിന്നും സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ പാലാരിവട്ടത്ത് നിന്ന് വാങ്ങുന്ന അതേ വിലയ്ക്ക് കാക്കനാട് നമുക്ക് അരി കിട്ടാനില്ല. പാലാരിവട്ടത്ത് 56 രൂപയാണെങ്കിൽ കാക്കനാട് 54 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ളൊരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഒന്നും ചെയ്യുന്നില്ല, കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അടുത്ത പ്രശ്നം എന്താ? 13 അവശ്യ വസ്തുക്കൾ സപ്ലൈകോ സ്റ്റോറുകൾ വഴി കൃത്യമായിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഭരണം. ഇപ്പോൾ ഈ 13 വസ്തുക്കൾ കേവലം കാഴ്ച, അതായത് എഴുതി വെച്ച വസ്തുക്കളായി മാറി. എന്താണോ ഈ 13 വസ്തുക്കളുള്ളത് അതിൻ്റെ റാക്കൊക്കെ കാലിയായി കിടക്കുന്ന അവസ്ഥയാണ്. മരുന്ന് വില തീ പോലെ വാണം വിട്ട മാതിരി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ നിത്യേനയുള്ള നിലനിൽപ്പ്, അതായത് ഇന്ന് പ്രഷറിനും ഷുഗറിനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കാതെ നമുക്കൊരു നേരം രാവിലെ 10 മണി കഴിച്ചു കൂട്ടാൻ സാധിക്കാത്ത നിലയിലേക്ക് നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതി മോശമായി. അതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നതിന് ഒരു സംവിധാനം, അത് നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷം പുരണ്ട ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചിട്ട് നമ്മളൊക്കെ രോഗികളായി. അപ്പോൾ മരുന്നിൻ്റെ വില ഇന്നിപ്പോൾ ഞാൻ മാസം 4500 രൂപയ്ക്ക് മരുന്ന് എനിക്കും എൻ്റെ വൈഫിനും വാങ്ങുന്നതാണ്. അതേ ഒരേ മരുന്നുകളുടെ കുറിപ്പടിയുമായിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിക്കുമ്പോൾ ഏകദേശം ഓരോ മാസവും 150 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ മരുന്ന് വില പിടിച്ചു നിർത്താൻ ഈ സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അടുത്ത പ്രശ്നം എന്താ? സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണാം, അവിടെ മരുന്നുകളില്ല. പ്രതീക്ഷിച്ച് തന്നെ ഒരു 2 ആഴ്ച മുമ്പ് ഈ ഫ്ലോറിൽ നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളതാണ്, സർക്കാർ ആശുപത്രികളും മരുന്നിനില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ പറവൂരിൽ നിന്നിട്ട് പറയുന്നത് കേട്ടു, അതായത് ദയാവധം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ മുൻകൈ എടുക്കണം. ഈ സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്തൊരു നല്ല കാര്യം ദയാവധം നിയമമാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എണ്ണിയാൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഈ ഓരോ ജനകീയ വിഷയങ്ങളും ഓരോ പല ദിവസങ്ങളിലായി മാതൃഭൂമി ന്യൂസ് ക്യാമ്പയിനായി ചെയ്തു. അത് പിന്നീട് നമ്മൾ ന്യൂസ് 224-ൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തപ്പോഴും സർക്കാരിൻ്റെ മറുപടി ഇതാണ്. പൊതുവേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി ആരായുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും കനിവുണ്ടാകുന്നില്ല, കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക്, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ, ഈ പതിവ് പല്ലവിയിൽ തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ, പാവപ്പെട്ട ആളുകൾ, അവർ മൃതിയടഞ്ഞു പോകും. അവർ ആ നിലയിലാണ് കാര്യങ്ങൾ. ഒരാളാണ് കഴിഞ്ഞ ദിവസം കയറെടുത്ത് ജീവിതം അവസാനിപ്പിച്ചത്. അങ്ങനെ മരണത്തോട് മല്ലിട്ട് കഴിയുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും ശ്രീ ഹരിദാസ്. അപ്പോൾ എക്കാലവും കേന്ദ്രത്തെ പഴി പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ? നമുക്കൊരു ബി പ്ലാൻ വേണ്ടേ? ഇനിയെങ്കിലും നമ്മൾ മുണ്ട് മുറുക്കി എവിടെയൊക്കെ നമുക്ക് ഏകീകരിക്കാൻ കഴിയുമോ, ഒരു സാമ്പത്തിക താളം തെറ്റിലില്ലാതെ നമുക്ക് ഖജനാവിലേക്ക് സ്വരൂപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വരൂപിച്ച് ക്ഷേമ പെൻഷനെങ്കിലും അത് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമായ അനുരണനങ്ങൾ അത് പല രീതിയിലായിരിക്കും. പണം കൈവന്നാൽ, ചെറുതാണെങ്കിലും കൈവന്നാൽ അത് പല വഴിക്ക് വിനിയോഗിക്കാൻ കഴിയും. അപ്പം നമുക്കൊരു ബി പ്ലാൻ
ഉണ്ടാക്കാൻ കഴിയില്ലേ ശ്രീ ഹരിദാസ്? മനസാക്ഷിയില്ലാത്തൊരു സർക്കാരാണ് പ്രതീക്ഷ കേരളം ഭരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് നിന്ന് വരുന്ന കുറേ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്ന് വെള്ളം വരും. കാരണം അവർക്ക് ഈ ക്ഷേമ പെൻഷൻ അവരുടേതായിട്ടുള്ളൊരു സർക്കാർ ധനസഹായം കിട്ടിയിട്ട് 4 മാസമായിട്ടുണ്ട്. വികലാംഗർ ഇപ്പോൾ ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഭിന്നശേഷിക്കാരനാണെന്ന് പറയുന്നു. കേരളത്തിലെ 10,000ങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു കയറിൻ്റെ മുകളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഈ സർക്കാരിനൊരു സൂചന നൽകിയിരിക്കുന്നത്. കാലാകാലം ബസ് ചാർജ് വർധനവായാലും സെസ് ചുമത്തലായാലും മദ്യവില കൂട്ടലായാലും റേഷൻ കടയിലെ ഇ പോസ്റ്റ് മെഷീൻ്റെ സർവർ കേട് വന്നു കഴിഞ്ഞാൽ അതിനായാലും എല്ലാറ്റിനും ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത് കേൾക്കുന്നവർക്ക് മടുക്കും. കാരണം ഇന്ന് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്ത നിങ്ങൾ കണ്ടില്ലേ? 20 ലക്ഷം രൂപയാണ് ഒരു ഗവർണർക്ക് ഒരു റിപ്പബ്ലിക് ഡേയുടെ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് ഈ സർക്കാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്ന ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ അതിനുണ്ട്. ഞങ്ങൾക്ക് 1600 രൂപ തരാനില്ല. ഞാനൊരു ഉദാഹരണം പറയുന്നത് പ്രതീക്ഷ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന കണ്ണൂർ വൈസ് ചാൻസലറെ നിയമിച്ചത് ഗവർണർ പറയുന്നു, എന്നോട് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം എനിക്ക് അത്രയും വേണ്ടപ്പെട്ടയാളാണ്, അയാളെ പുനർനിയമനം നടത്തണം, അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത ഇല്ലാതെയാണ് പുനർനിയമനം നടത്തിയത്. ഇതിന് ഈ പാവപ്പെട്ട ഖജനാവ്, ഈ ജനങ്ങളുടെ കുത്തിന് പിടിച്ചു വാങ്ങുന്ന പൈസയുടെ ഖജനാവ് ചെലവാക്കിയത് എത്രയാണെന്ന് പ്രതീക്ഷിന് അറിയുക. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 63 ലക്ഷം രൂപയാണ് നിയമോപദേശത്തിനും സുപ്രീം കോടതിയിൽ കേസ് നടത്താനും വേണ്ടി ചെലവാക്കിയത്. ഈ മഹാനായ മനുഷ്യനെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് അവിടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള 23 മാസത്തെ ശമ്പളം 59,60,000 രൂപയാണെന്ന് പ്രതീക്ഷ മനസ്സിലാക്കണം. ഈ 23 മാസം ഇദ്ദേഹം ഈ പ്രതിമാസം 2,66,000 രൂപ ശമ്പളം വാങ്ങുമ്പോഴാണ് അതേ സമയത്ത് തന്നെ ഈ മറിയക്കുട്ടി പിച്ചച്ചണ്ടി എടുത്ത് തെണ്ടുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ ധനമന്ത്രി പറയുന്നുണ്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടില്ല എന്ന്. ഇടത് പ്ലാറ്റ്ഫോമിലൊക്കെ ഇനിയെങ്കിലും, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, ഒരു കൂട്ടലിൻ്റെ ആവശ്യത്തിലേക്കൊക്കെ ഒരു ശബ്ദമൊക്കെ ഉയർന്നു വരുന്നു, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനൊരു പരുവപ്പെട്ട സമയമല്ല എന്ന നിലയ്ക്കാണ് ധനമന്ത്രി പറയുന്നത്. പക്ഷേ കൂട്ടണമെന്നില്ല. ഈ കിട്ടുന്ന 1600 രൂപ അത് മുടക്കമില്ലാതെ, കാരണം 5 മാസമായി. കാരണം താഴെത്തട്ടിൽ വലിയ വികാരമാണ് ശ്രീ ജയചന്ദ്രൻ. കാരണം അത് പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചാൽ, CPM-കാരോട് ചോദിച്ചാൽ അറിയാം. താങ്കളും ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും കുട്ടനാടിൻ്റെ മണ്ണിൽ നിന്നും വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് ഈ സർക്കാരിന് ഇങ്ങനെ ഒരു ബദൽ മാർഗം സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു? പ്രതീക്ഷ, താങ്കൾ ചോദിക്കുന്ന പ്ലാൻ ബി ആണെങ്കിൽ അതാണല്ലോ ചർച്ചയിൽ വരേണ്ടത്. പക്ഷേ എനിക്ക് മുമ്പ് ചർച്ച ചെയ്ത ശ്രീ ഹരിദാസ് ആ വിഷയമല്ലല്ലോ അദ്ദേഹം എടുക്കുന്നത്. ഈ ഗവർണറുടെ പ്രശ്നം, ഗോപിനാഥ് രവീന്ദ്രൻ്റെ പ്രശ്നം, മറ്റ് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ പ്രശ്നം, ഔഷധവിലയുടെ പ്രശ്നം, അങ്ങനെ ഈ പ്രശ്നത്തിനെ മറ്റൊരു തലത്തിലേക്ക് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കതിന് യാതൊരു തർക്കവും വിയോജിപ്പും ഇല്ല കേട്ടോ. ഞാനതിന് തയ്യാറുമാണ് ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. പക്ഷേ പ്രതീക്ഷ പറഞ്ഞത് ഈ ചർച്ചയാണെന്നാണ് പറഞ്ഞത്. ഏതാ പെൻഷനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. താങ്കളിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ പ്ലാൻ ബി ആണ് താങ്കളുടെ ഫോക്കസ് എന്നും പറഞ്ഞു. പക്ഷേ ചർച്ച വരുന്ന അങ്ങനെയല്ലല്ലോ. ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കണമെങ്കിൽ രാഷ്ട്രീയമായി തന്നെ വിമർശിച്ചോളൂ. അതിനൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. സ്വാഭാവികമാണ്, അത്തരം വിമർശനങ്ങൾ ഉണ്ടാവുകയും വേണം. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് എന്ന് വെച്ചിട്ട് വേണം ആ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാനാണ് ചർച്ച എങ്കിൽ മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റൂ. അല്ലാതെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും കൂടെ അവിയൽ പോലെ പറഞ്ഞാൽ കടൽ പോലെ പ്രശ്നങ്ങൾ നിറയെ ഉണ്ട്. ഇപ്പോൾ താങ്കൾ പ്രതീക്ഷ ചോദിച്ച വിഷയം പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. പെൻഷൻ ഈ വിഷയം നേരത്തെ തന്നെ മറിയക്കുട്ടി എന്ന് പറഞ്ഞ അമ്മയുടെ ആ വിഷയം അവർ തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പോയതാണ്. അന്ന് നമ്മളെല്ലാവരും ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിൻ്റെ വാദങ്ങളും കേട്ടതും ചാനലുകൾ ചർച്ച ചെയ്തതുമാണുള്ള ആ വിഷയം. ഇത് സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് അത് സർക്കാരിൻ്റെ നിയമപരമായ ബാധ്യതയല്ല, അത് രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി മുന്നണി എന്നുള്ള നിലയ്ക്കാണ് അത് തീരുമാനിച്ചത്. അത് സർക്കാരുകൾ, മുന്നണികൾ നേതൃത്വം നൽകുന്ന സർക്കാരുകളാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ സർക്കാരിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളതല്ല. അപ്പോൾ കാലാകാലങ്ങളിൽ ശ്രീ ജയചന്ദ്രൻ, കാരണം ഒരു സർക്കാരിന്റെ ബാധ്യത അല്ല എന്നൊരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഒരു സ്റ്റേറ്റിന്റെ വെൽഫെയർ അത് എന്തായിരിക്കണമെന്ന് നന്നായി അറിയാവുന്ന
ഒരു ഭരണകൂടമാണ്, അതിനെ വിശ്വസിക്കുന്ന ജനങ്ങളുള്ള ജനവിഭാഗത്തിനെ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതൊരു ബാധ്യത അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ശബ്ദം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഈ പറഞ്ഞ രീതിയിൽ അല്ല എങ്കിൽ, കാരണം എത്രയോ ക്ഷേമ പെൻഷനുകളും ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി വന്ന ഇടതുപക്ഷ സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഊന്നിയതും ഇതേ ജനക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ ജനങ്ങളോട് അല്പമെങ്കിലും നീതി പാലിക്കേണ്ടതില്ലേ, നീതി പുലർത്തേണ്ടതല്ലേ ശ്രീ ജയചന്ദ്രൻ? താങ്കൾ അത്ഭുതപ്പെട്ടുള്ളൂ, താങ്കൾ അത്ഭുതപ്പെടുന്നതായി പറഞ്ഞു അത്ഭുതപ്പെട്ടുള്ളൂ പ്രതീഷ്, അതിലൊന്നും തെറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ എൻ്റെ നിലപാടും അഭിപ്രായവും അല്ല പറഞ്ഞത്. ഈ മറിയക്കുട്ടി അമ്മ ഹൈക്കോടതിയിൽ പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കേസ് കൊടുത്തപ്പോൾ സർക്കാർ സ്വാഭാവികമായി നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടുവല്ലോ. പെട്ടപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ വിഭാഗത്തിൽ പെടുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് വേറൊരു ഇനമാണല്ലോ. ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ ഭാഗത്ത് വരുന്നതല്ല. ഇത് വെൽഫെയർ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന വെൽഫെയർ പെൻഷനാണ്. അതിനെ രണ്ടായിട്ട് കാണണ്ടേ? താങ്കൾ അത്ഭുതപ്പെട്ടാലും അത്ഭുതപ്പെട്ടില്ലെങ്കിലും ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല, അത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അത് വെൽഫെയർ പെൻഷനാണ്. വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വെൽഫെയർ പെൻഷൻ ഉണ്ടാകൂ, തുടരൂ, നടപ്പാക്കൂ. അതുതന്നെയാണ് അർത്ഥം. അതിന് വേറെ ഒരർത്ഥവും പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വേറെ, വെൽഫെയർ പെൻഷൻ വേറെ. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ എത്രയാണ് കൊടുത്തത്, അത് കഴിഞ്ഞ് VS സർക്കാർ അത് എത്രയാണ് ഉയർത്തിയത്, പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ എത്രയാണ് ആക്കിയത്. പ്രഖ്യാപിച്ചത് 2500 ആണ്. 2500 എത്തിക്കും. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് 2500 എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ 1600 രൂപയാണ്. ഈ 1600 രൂപയാണ് കുടിശ്ശികയായിട്ട് നിൽക്കുന്നത്. 62 ലക്ഷം പേർക്കാണ് ഈ 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, അതെന്തുകൊണ്ട് കൊടുക്കാൻ കഴിയാതെ പോകുന്നത്? നമുക്ക് ഉമ്മൻചാണ്ടിയുമായി താരതമ്യം വേണ്ട. നമ്മൾ ആ കാലഘട്ടമൊക്കെ ദുഷിച്ച കാലമെന്ന് എഴുതിത്തള്ളിയതാണ്, ജനവും എഴുതിത്തള്ളിയതാണ്. ഞാൻ താരതമ്യമല്ല പറഞ്ഞത്. നമുക്ക് എന്താണ് നൽകാൻ കഴിയാതെ പോകുന്നത്? കൂട്ടിയൊന്നും കൊടുക്കേണ്ട, ഉള്ളതെങ്കിലും എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയാതെ അത് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അത് അന്തർലീനമാണല്ലോ. താങ്കളുടെ ചോദ്യത്തിൽ തന്നെ പ്രതീക്ഷ അത് ഉണ്ടല്ലോ. പ്ലാൻ ബി, നമുക്കൊരു പ്ലാൻ ബി വേണ്ടെന്നാണ് താങ്കൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് പ്ലാൻ എ എന്ന് താങ്കൾ ഉദ്ദേശിച്ചത്? എന്താണോ അത് നടപ്പിലാവുന്നില്ല, അതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന പ്ലാൻ ബി വേണം എന്ന് തന്നെയാണല്ലോ അതിനകത്ത് അന്തർലീനമായിട്ടുള്ള അർത്ഥം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പ്ലാൻ ബി വേണ്ടി വരുന്നത്. ശരിയാണ്, സ്വാഭാവികമായും ഇപ്പോൾ മസ്കുലർ അട്രോഫി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഈ വിഷ്വൽസ് കാണിച്ചല്ലോ. അതിലൊക്കെ അവരുടെ ദൈന്യത, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. അതൊന്നും നമുക്ക് നിഷേധിക്കാനേ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണ്. നിത്യജീവിതത്തിൽ വിഭാഗക്കാർ, പെൻഷൻ കൊണ്ട് മാത്രം കഴിയുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് എന്നുള്ളത് അവഗണിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. സർക്കാരിൻ്റെ ദുരിതവും ബുദ്ധിമുട്ടും കേന്ദ്ര അവഗണനയും എന്ത് പറഞ്ഞാലും ശരി, ഈ നിസ്സാര തുക കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന തന്നെ പറയണം, അടിവരയിട്ട് പറയണം. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന കുറേ അധികം ആൾക്കാർ ഉള്ള, ഈ ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരുള്ള ഒരു ജനതയാണ് കേരളത്തിലേത് ഇപ്പോൾ ഉള്ളത്. അതിനാണ് താങ്കൾ ചോദിച്ച പ്ലാൻ ബി എഫക്റ്റീവായിട്ട് നടപ്പിലാക്കണം എന്ന് താങ്കൾ തന്നെ ആവശ്യപ്പെടുന്നത്. ഏറ്റവും ശരിയായ ഒരു നിർദ്ദേശം തന്നെയാണത്. ഞാനതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സർക്കാർ അത് ഉത്തരവാദിത്തോടെ മനസ്സിലാക്കണം, അത് ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കണം, അങ്ങ് കാണുന്ന ആ യുക്തി. അതായത് നമ്മൾ പറയുന്നു, എല്ലാവരും പറയുന്നു, കാരണം ഇത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിന് കിട്ടേണ്ട പല വിഹിതങ്ങളും അർഹതപ്പെട്ട വിധങ്ങൾ പോലും വെട്ടിക്കുറയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ബി പ്ലാൻ വേണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണമെന്നാണ്, എവിടെ തുടങ്ങേണ്ടിയിരിക്കുന്നു ഈ സർക്കാർ? അല്ലാതെ അത് വേറെ എവിടെയും പുറത്തുനിന്ന് എവിടെയും പോയി തുടങ്ങാൻ പറ്റില്ല. കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളും ആവലാതികളും ഒക്കെ കേന്ദ്രം തരുന്നില്ല എന്നുള്ള ന്യായങ്ങളൊക്കെ പറയാം. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് പെൻഷൻ കുടിശ്ശിക കൊടുക്കാനും മുടങ്ങാതെ പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിലപാട്. അക്കാര്യത്തിൽ വരുത്തുന്ന വീഴ്ച ഇത്തരം നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് ജീവിതങ്ങളെ അവരെ നിത്യനരകത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് രണ്ട് പക്ഷമില്ല. അതിൽ ഒരു സംശയവുമില്ലാതെ തന്നെ ഞാൻ താങ്കൾ മുമ്പോട്ട് വെച്ച ആ നിലപാടിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെയാണിത് താങ്കളുടെ ചോദ്യം പ്രസക്തമാവുന്നു. അവിടെയാണ് നമുക്ക് വേണ്ട ഒരു പ്ലാൻ ബി എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാവുന്നു. അവിടെ തന്നെയാണ് ആ പ്ലാൻ ബി എന്താണെന്നുള്ളത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അത് പൈപ്പ് ലൈനിൽ 2-3 പ്രോജക്റ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനമായിരുന്നല്ലോ രാവിലെ.
മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് ബജറ്റിലാണത് ഉണ്ടാവുക എന്നും ഞാൻ വിചാരിക്കുന്നു. ഞാൻ വെറുതെ വിചാരിക്കുകയല്ല. ഞാനിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ശ്രീ ജയചന്ദ്രൻ, എന്തായാലും അങ്ങനെ കരുണയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് ഈ ബജറ്റിൽ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരികെ എത്താം. പെൻഷൻ കിട്ടാതെ നരകിക്കുന്നവരുടെ ജീവിതമാണ് ഈ വിഷയം ഉയർത്തിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ എം കെ ഹരിദാസ്, കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സെസ് ഈ പെട്രോളിനും ഡീസലിനും ഈ 2 രൂപ സെസ് നമ്മൾ പിരിച്ചത് വഴി ഒരു വർഷത്തേക്ക് 750 കോടി രൂപ അല്ലെങ്കിൽ 900 അടുപ്പിച്ച് കോടി രൂപയാണ് ലക്ഷ്യമിട്ടത്. അതിപ്പോൾ 750 കോടി രൂപ വരെ ഉണ്ട്. പക്ഷേ അത് കിട്ടിയാൽ പോലും ഒരു മാസത്തെ പെൻഷൻ പോലും തികയില്ല. അത് യാഥാർത്ഥ്യമാണ്. 900 കോടി രൂപ വേണം. അതായത് ഒരു വർഷം 10,000-ഓളം കോടി രൂപ, 10,000-ലേറെ കോടി രൂപയോളം വരുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് പരിമിതികൾ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഈ സെസ്സിനി തുടരുമോ എന്നുള്ളതും നമ്മൾ ഇനി ബഡ്ജറ്റിൽ കണ്ടേ അറിയാൻ കഴിയുകയുള്ളൂ. മദ്യത്തിനും ആ നിലയ്ക്കാണ്. അപ്പോൾ സർക്കാരിന് മുന്നിലുള്ള മറ്റ് വഴികൾ, നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു ബി പ്ലാൻ, നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു ബി പ്ലാൻ എന്തായാലും സർക്കാരിൻ്റെ മുന്നിൽ വേണം. അത് എവിടെ നിന്നും തുടങ്ങണം എന്നുള്ളതാണ്. പ്ലാൻ എയിൽ വന്ന മിസ്റ്റേക്കാണ് പ്രതീക്ഷ ഈ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ശ്രീ ജയചന്ദ്രൻ ഹൈക്കോടതിയുടെ മറിയക്കുട്ടി വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വരുത്തി തീർത്തത് എന്താ? വെൽഫെയർ പെൻഷൻ ഒരു അവകാശമല്ല. ഈ വെൽഫെയർ പെൻഷൻ്റെ അവകാശം പറഞ്ഞുകൊണ്ടല്ലേ 91 സീറ്റിൽ നിന്നും 99 സീറ്റ് നേടിയിട്ട് അധികാരത്തിൽ കയറിയത്. ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള പെൻഷനൊക്കെ ഞങ്ങൾ കൃത്യമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ. ഉമ്മൻചാണ്ടി സർക്കാരും അച്യുതാനന്ദൻ സർക്കാരും മുൻപോട്ട് വെച്ചിട്ടുള്ള പൈസയുടെ ഏകദേശം എന്താ പറയേണ്ട 60% കൂടി ഞങ്ങൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞതൊക്കെ ഈ കേന്ദ്രത്തിൻ്റെ സഹായം മുന്നിൽ കണ്ടുകൊണ്ടാണോ? അല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2% ഇന്ധന സെസ് ഞാനും പ്രതീക്ഷയും ശ്രീ ജയചന്ദ്രനും കൊടുക്കുന്നത് ഇത്തരം ഒരു കാര്യത്തിനാണെന്ന് ദീർഘവീക്ഷണമില്ലാതെ പറയുക വഴി ഉണ്ടായിട്ടുള്ളൊരു ദുരന്തം എന്താ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുള്ള ഇന്ധന വിൽപ്പനയുടെ ഏകദേശം 40 സംസ്ഥാനത്തിനുണ്ടായിരുന്ന ഇന്ധന വിൽപ്പനയുടെ 40% അടുത്ത സംസ്ഥാനത്തിലേക്ക് പോയില്ലേ, അവിടെ വില കുറച്ച് കിട്ടുന്ന കാരണം കൊണ്ട്. അപ്പോൾ ദീർഘവീക്ഷണത്തിൻ്റെ കുറവാണ് പ്രതീക്ഷയെ ഈ പ്ലാൻ എ തകരാനുള്ള കാരണം. പ്ലാൻ ബി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ ശ്രീ ജയചന്ദ്രൻ, ദൂർത്ത് കുറയ്ക്കുക, അനാവശ്യ ചെലവുകൾ കുറച്ചുകൊണ്ട്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീ ജയചന്ദ്രൻ, ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസിലെ പിയൂൺ വരെയുള്ളവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് 1-ാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ വന്ന് വീഴുന്നു. റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി മുതൽ റിട്ടയർ ചെയ്ത വില്ലേജ് ഓഫീസിലെ പിയൂൺ വരെയുള്ളവർക്ക് കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നു. ഈ പാവപ്പെട്ടവർക്ക് താങ്കൾ ഞാൻ സംസാരിച്ചു വന്ന രീതിയെക്കുറിച്ച് വിമർശിച്ചു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം, ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാട് കേരളത്തിൽ ഇല്ലെന്ന് വരുത്തി തീർത്തിട്ട് ഈ പ്ലാൻ ബിയെയും പ്ലാൻ എയെ കുറിച്ചും സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. പൊതുവിപണിയിൽ വിലക്കുറവുണ്ടെങ്കിൽ ജനത്തിന് ഈ 1,600 രൂപ കിട്ടാതെ നമുക്ക് ജീവിക്കാം. സബ്സിഡി സാധനങ്ങൾ കൃത്യമായിട്ട് സപ്ലൈകോന്ന് കിട്ടിക്കഴിഞ്ഞാലും ജീവിക്കാം. ഈ 1000 ചർച്ചയിൽ താങ്കൾ ആലോചിച്ച് നോക്കണം. ഒരു ഇടതുപക്ഷത്തിൻ്റെ അല്ല CPM-ൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വിലക്കയറ്റവുമായി അതുമായി തന്നെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 1,600 രൂപ ഇത്ര വലിയ തുകയാണോ എന്ന്. അദ്ദേഹത്തിന് 1,600 രൂപ വലിയ തുകയല്ല, ചെറിയ തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ പീനട്സിൻ്റെ പൈസയായിരിക്കാം. പക്ഷേ ഈ 1,600 രൂപ കൊണ്ട് അവനാവശ്യമുള്ള മരുന്നും കുടുംബത്തേക്ക് ആവശ്യമുള്ള പലചരക്കും പച്ചക്കറിയും വാങ്ങി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ശ്രീ ജയചന്ദ്രൻ മനസ്സിലാക്കിയതായിട്ട് താങ്കളുടെ വർത്തമാനത്തിൽ നിന്ന് അറിയാം. പക്ഷേ ഈ സർക്കാർ മനസ്സിലാക്കുന്നില്ല. അത് വീഴ്ച വന്നാൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സർക്കാർ നടത്തുന്ന ദൂർത്തിനെ കുറിച്ച് പറയാതെ എങ്ങനെയാ പോവുക? ആ ദൂർത്താണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ദൂർത്തുകൾ പ്ലാൻ ബി ഇത്രയേ ഉള്ളൂ പ്രതീക്ഷ, ദൂർത്ത് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഇതിന്റെ പിന്നാലെ പറയാൻ പോകുന്ന സംഗതികൾ അദ്ദേഹത്തെ വേദനിപ്പിക്കും. എന്തൊക്കെയാണ് ദൂർത്ത് കുറയ്ക്കുക എന്നുള്ളത്? ദൂർത്ത് കുറച്ചിട്ട് പെൻഷൻ ഒരു മാസം വൈകിയാലും ഈ പാവപ്പെട്ടവർ എന്ത് വിചാരിക്കുന്ന അറിയോ? ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതെയാണെന്ന്. അതിനാണ് ഞാൻ പറഞ്ഞത് 20 ലക്ഷം രൂപയ്ക്ക് ഒരു റിപ്പബ്ലിക് ഡേ അന്ന് പാർട്ടി നടത്താൻ വേണ്ടി കൊടുക്കാൻ പൈസയുണ്ട്, ഞങ്ങൾക്ക് തരാൻ പൈസ ഇല്ലെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരന്റെ ചിന്താഗതി അറിയണമെങ്കിലേ നമുക്കൊരു മനസാക്ഷി വേണം ഭരിക്കുന്നവർക്ക്. അതായത് നവകേരള യാത്രയിൽ ഞാൻ കഴിച്ച കപ്പയുടെയും വരാൽക്കറിയുടെയും ഗുണനിലവാരം പറയുന്ന മന്ത്രിമാരല്ല നമുക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഈ നവകേരള യാത്രയിൽ ഈ പെൻഷൻ കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പരാതി കിട്ടിയിട്ട് അത് പരിഹരിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു മന്ത്രിമാരാണ് നമുക്ക് വേണ്ടത്. അത് കേൾക്കുന്ന മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നവകേരള യാത്രയുടെ സുഖ സൗകര്യങ്ങൾ വിവരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ല കേരളത്തിന് ഇന്ന് ആവശ്യം. സർക്കാർ നമ്മോട് പറയാറുണ്ട് ചില സമയങ്ങളൊക്കെ മുണ്ട് മുറുക്കി ഉടുക്കണേന്ന്. അങ്ങനെ
മുണ്ടുമുറുക്കി ഉടുക്കാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് മുന്നിൽ ഈ ധൂർത്തിന്റെ കാര്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയല്ലേ? കാരണം ആഘോഷങ്ങൾക്ക് കുറവുണ്ടോ എന്ന് ചോദിച്ച ഹൈക്കോടതിയിൽ നിന്ന് ഒരു ചോദ്യം പോലും നമ്മൾ നേരിട്ടതാണ്. അപ്പോൾ സർക്കാർ കൂടി ഇച്ഛാശക്തിയോടുകൂടി ഇക്കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം, ഒരു സാമ്പത്തിക ഒരു ഏകീകരണം ഉറപ്പാക്കേണ്ടതല്ലേ? സർക്കാർ എന്ന് പറയുന്നത് എന്തോ ഒരു ഉട്ടോപ്യൻ സംവിധാനമൊന്നും അല്ലല്ലോ. സർക്കാർ എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യന് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സംഗതിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും ഒക്കെ. അപ്പോൾ ഇത് ഇവിടെ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നത് ഒരു മാസം 900 കോടി രൂപയാണ് ഇത് കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊടുക്കുന്നതും ഇദ്ദേഹം പറഞ്ഞ ധൂർത്ത് എന്താണ്? ധൂർത്ത്, ധാരാളിത്തം എന്ന് പറയുന്നത് എന്താണ്? ഈ ഗവർണർക്ക് കൊടുക്കേണ്ടത് ഗവർണർ ആവശ്യപ്പെട്ടാൽ കൊടുത്തേ പറ്റൂ. കാരണം അദ്ദേഹമാണ് സ്റ്റേറ്റിൻ്റെ തലവൻ, ഭരണത്തലവൻ ഗവർണറാണ്. അദ്ദേഹം പറയുകയാണ് എനിക്ക് റിപ്പബ്ലിക് ഡേ പാർട്ടി നടത്തണം. അത് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അങ്ങേക്ക് തരാൻ ഖജനാവിൽ പൈസയില്ല എന്ന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പറയാൻ കഴിയില്ല. അങ്ങനെയല്ല ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഗവർണറുടെ അധികാരങ്ങൾ, ചുമതലകളൊക്കെ. അതൊക്കെ അറിയാത്ത ആളാണോ ഹരിദാസ്? അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കണം. വിമർശിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ ആക്രമിക്കണം. അതിന് എന്തും പറയാം. പിന്നെ പ്രൊഫസർ ഗോപിനാഥിൻ്റെ കാര്യത്തിൽ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ന്യായീകരണങ്ങളാണ് താങ്കളും കൊണ്ടുവരുന്നത്. അല്ല, ഞാൻ താങ്കളുടെ സമയത്ത് ഇടപെടാൻ വന്നില്ല. ദയവായി ആ സഹിഷ്ണുത കാണിക്കൂ പ്ലീസ്. അത് ആങ്കർക്ക് സമയമുണ്ടെങ്കിൽ അദ്ദേഹം താങ്കൾക്ക് അനുവദിച്ചു തരും. ഞാൻ താങ്കളുടെ സമയത്ത് അക്ഷരം മിണ്ടാൻ വന്നില്ലല്ലോ. ഞാൻ ന്യായീകരിക്കാനല്ല ഒരു ചർച്ചയിലും വന്നിരിക്കുന്നത്. താങ്കൾ ഇങ്ങനെ കടന്നാക്രമിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ചോദിച്ചാൽ ആ പണം കൊടുക്കേണ്ടി വരുമെന്നേ. അത് കൊടുത്തേ പറ്റൂ. അല്ലാതെ താങ്കൾ 20 ചോദിച്ചു, ഞങ്ങളുടെ 10 ഉള്ളൂ, ഇതാ 10 പിടിച്ചോളൂ എന്ന് പറയുന്നതല്ല ഉത്തരവാദിത്വം. അതുതന്നെയാണ് ചെയ്യുന്നത്. താങ്കൾ ധൂർത്തെന്ന് പറയുമ്പോൾ ഇവിടെ 900 കോടി രൂപ, 952 കോടി രൂപ കൃത്യം ഒരു മാസം വെൽഫെയർ പെൻഷന് വേണ്ടി മാറ്റിവെക്കണം. അത് മാറ്റിവെക്കാൻ കഴിയാത്തത് മറ്റ് ഒരുപാട് തടസ്സങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്നുള്ളത് ഇതിനകം എത്രയോ തവണ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വിശദീകരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി വേറൊരു അവസരം പിന്നെ ആങ്കർ ശരിയാക്കൂ, അപ്പം നമുക്ക് വിശദമായി സംസാരിക്കാം. ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും 1, 2, 3 എന്നുള്ള ആ ഫോർമുലയിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്ത് ശ്രീ ജയചന്ദ്രൻ ഒരുപാട് ചർച്ച ചെയ്താണ്. പക്ഷെ അതിനൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല. ഇനിയും കണ്ണീരുകൾ, ഒരുപാട് ചുടുകണ്ണീരുകൾ. അല്ലല്ല, ഇങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾക്കിതൊരു അഭിമാന പ്രശ്നം പോലെ, ഒരു നാണക്കേട് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കനിവ് സർക്കാരിന് തോന്നില്ലോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സർക്കാരിന് സംവിധാനത്തിൽ എങ്ങനെ കനിവുണ്ടാവുന്നത്? സർക്കാർ ഫങ്ഷൻ ചെയ്യല്ല ചെയ്യുന്നത്. അവിടെ പിന്നെ എമ്പതിയും സിമ്പതിയും ഒന്നും അല്ലല്ലോ വരുന്നത്, ഫങ്ഷനിങ് ആണ് വരുന്നത്, ഗുഡ് ഗവേണൻസ് ആണ് വരുന്നത്. ആ ഗവേണൻസ് അങ്ങനെ പോകുന്നതുകൊണ്ടാണ്. അതിൽ തർക്കമുണ്ടെങ്കിൽ സംസാരിക്കാം. ഗുഡ് ഗവേണൻസോ ബാഡ് ഗവേണൻസോ അതാണ് അങ്ങനെ ചർച്ച ചെയ്യണം. അതല്ലാതെ സർക്കാരിന് എമ്പതി വേണം, സിമ്പതി വേണം എന്നൊക്കെ പറയുന്നത് നോൺസെൻസ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയൂ. അങ്ങനെയല്ലോ ഭരണനിർവഹണം പോകേണ്ടത്. തീർച്ചയായും എന്തായാലും ആ സമവാക്യങ്ങളോടോ ആ സിദ്ധാന്തങ്ങളോടോ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിനും അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി കാണണം എന്നുള്ള ഒരു അപേക്ഷ കൂടി ഈ റിപ്പോർട്ടുകളിലൂടെ വെക്കുകയാണ് ശ്രീ എം ജയചന്ദ്രൻ. ഒപ്പം എം കെ ഹരിദാസ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത് വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവച്ചത്.